ബാക്ക് ടു സാലി ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB മിസ്. മക്കളെ, നമ്മുടെ എക്സാമിങ് അടുത്തെത്തി. ഇനി എന്റെ മക്കളുടെ മുമ്പിൽ വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. സോ ബേസിക് സയൻസ് നമുക്ക് അടിച്ചു പൊളിച്ച് പഠിക്കണം. സോ എന്താണ് എക്സാമിനെ ഫോക്കസ് ചെയ്ത് മിടുക്കന്മാരായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ പഠിക്കുക. സോ മിസ് ഇന്ന് വന്നിട്ടുള്ളത് ഫോർ എ പൊല്യൂഷൻ ഫ്രീ നേച്ചർ, നിർമ്മലമായ പ്രകൃതിക്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മുമ്പത്തെ വർഷങ്ങളിൽ ചോദിച്ചതും അതുപോലെ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കും എല്ലാമായിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ജലം, വായു, മണ്ണ് എന്നീ അജീവീയ ഘടകങ്ങളെ ജീവജാലങ്ങൾ ഏതെല്ലാം വിധത്തിൽ ആശ്രയിക്കുന്നു എന്ന പഠനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളെ പോലെയുള്ള മക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രിപ്പ് നടത്തിയിട്ട് അതിൽ നിന്ന് ചെയ്തിട്ടുള്ള വിവരങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ പട്ടിക പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മത്സ്യങ്ങൾ, പ്രാണികൾ, പക്ഷികൾ, ജലസസ്യങ്ങൾ, മനുഷ്യ സസ്യങ്ങൾ ഇവരൊക്കെ വായു, മണ്ണ്, ജലമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ ഇത് പഠിക്കുന്ന കാര്യമാണ്. അപ്പൊ നമുക്കറിയാം ഫിഷസ് എന്ന് പറയുന്നത് എന്തിനാണ് മക്കളെ വായു എടുക്കുന്നത്? ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് വായു ശ്വസിക്കാൻ വേണം. സോയിൽ എന്തിനാണ്? അവർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വാട്ടർ ഒക്കെ ഉള്ളത് സോയിലിന്റെ മുകളിലല്ലേ? സോ നമുക്കത് പറയാം. വാട്ടർ എന്തിനു വേണം? ഡ്രിങ്ക് ചെയ്യാൻ അവർക്ക് വാട്ടർ വേണം. സോ ഫിഷസിന്റെ കേസ് അങ്ങനെ. ബേർഡ്സിന്റെ കേസ് ആണെങ്കിൽ അവർക്ക് ബ്രീത്ത് ദ എയർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ ആൻഡ് റിസൈഡ് ചെയ്യാൻ വേണ്ടി സോയിൽ വേണം, ഡ്രിങ്ക് ചെയ്യാൻ വാട്ടർ വേണം. അക്വാറ്റിക് പ്ലാന്റ്സ് ആണെങ്കിൽ ബ്രീത്ത് ചെയ്യാൻ എന്ത് വേണം? എയർ വേണം, ഗ്രോ ചെയ്യാൻ വേണ്ടി സോയിൽ വേണം, ലീവ് ചെയ്യുന്നത് വാട്ടറിലാണ്. ഹ്യൂമൻ ബീങ് ആണെങ്കിലും ബ്രീത്ത് ചെയ്യുന്നുണ്ട്, ദെൻ ഷെൽട്ടറിന് വഴി സോയിൽ ആശ്രയിക്കുന്നുണ്ട്, ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്, വാട്ടർ ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സ് ആണെങ്കിലും ബ്രീത്ത് ദ എയർ ഫ്രം അറ്റ്മോസ്ഫിയർ, സോയിൽ ആണെങ്കിൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ദ എന്താണ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മളെ മനുഷ്യന്മാര് നമുക്കറിയാം, നമുക്ക് ശ്വസിക്കണം, നമ്മൾ റെസ്പയർ ചെയ്യുന്നു. അതേപോലെ നമുക്ക് വെള്ളം വേണം, കുടിക്കാൻ വെള്ളം വേണം, ദെൻ മണ്ണ് വേണം. നമ്മളൊക്കെ വലിയ വലിയ വീടുകളും ബിൽഡിംഗ് ഒക്കെ പണിത് ഇതിന്റെ മുകളില സോയിലിന്റെ മുകളിലാണ്. സോ വി നീഡ് എവ്രിതിങ് അല്ലെ, നമുക്ക് ഈ 3 കാര്യങ്ങൾ ആവശ്യമാണ്. സോ ഇതിൽ നിന്ന് നിങ്ങൾ കൺക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യം എന്താണ്? ജീവജാലങ്ങൾക്ക്, എല്ലാ ജീവജാലങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ മണ്ണ്, വായു, ജലം എന്നിവയെ ആശ്രയിക്കുന്നുണ്ട്. So we can see that all living beings depend on the factors like soil, air, water directly or indirectly എന്ന് പറയാൻ പറ്റും അല്ലെ. സോ ഈ കൺക്ലൂഷനിലാണ് എത്തുക എന്നുള്ളത് എന്റെ മക്കളെ ഷുവർ ആയിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എഴുതി കൊടുക്കുക. സിമ്പിൾ ആയിട്ട് നമുക്ക് ആ മാർക്ക് വാങ്ങിച്ചൂടെ? സെറ്റ് അല്ലേടെ മക്കളെ? റെഡി അല്ലേ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തന ഘട്ടങ്ങളുടെ ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ക്ലോറിനേഷൻ, എയറേഷൻ, ഫിൽട്രേഷൻ, സ്റ്റോറേജ്, ക്ലാരിഫ്ലോക്കുലേഷൻ, കൊയാഗുലേഷൻ ആണ് തന്നിട്ടുള്ളത്. ഈ സ്റ്റെപ്പിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് കറക്റ്റ് ചെയ്ത് എഴുതാൻ പറയുന്നുണ്ട്. അതുപോലെ ആദ്യം തന്നെ ക്ലോറിനേഷൻ പ്രക്രിയ ചെയ്യുന്നത് ശരിയാണോടാ? ശരിയാണോ? ഓഫ് കോഴ്സ് അല്ല, അത് ലാസ്റ്റിലോട്ടാണ് നമുക്ക് ക്ലോറിനേഷൻ ഒക്കെ ചെയ്യേണ്ടത് അല്ലെ. അതിൽ വേണ്ടാത്ത ബാക്ടീരിയകളും കാര്യങ്ങളൊക്കെ നശിപ്പിക്കേണ്ടത് ലാസ്റ്റിലോട്ടാ. ഫസ്റ്റ് തന്നെ നശിപ്പിക്കാൻ പറ്റില്ല. ഫസ്റ്റ് നമുക്ക് ഒരുപാട് പ്രോസസ്സ് ചെയ്യാറുണ്ട്. എയറേഷൻ ചെയ്യാറുണ്ട്, കൊയാഗുലേഷൻ ചെയ്യാറുണ്ട്, ക്ലാരിഫ്ലോക്കുലേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റിലോട്ടേ ക്ലോറിനേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഏതെങ്കിലും ഒരു ഘട്ടത്തെ കുറിച്ച് വിശദീകരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അല്ലെ. സോ ജലശുദ്ധീകരണശാലയില് ഫസ്റ്റ് നമ്മൾ വാട്ടറിനെ എയറേറ്ററിലൂടെ കടത്തിവിടുന്നു. അതിനെ ഓക്സിജനുമായിട്ട് എന്ത് ചെയ്യാണ്? പ്രവർത്തിപ്പിച്ചിട്ട് എയർ കടത്തിവിടുക എന്ന് വെച്ചാൽ ഓക്സിജൻ കൊടുക്കുകയാണ്. അതാണ് എയറേറ്റർ. ദെൻ കൊയാഗുലേറ്റർ വെരി ഇമ്പോർട്ടന്റ് ആണ്. കൊയാഗുലേഷൻ സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതിലൂടെ നമ്മൾ എന്താണ്, അതിന്റെ pH ചേഞ്ച് വരുമ്പോൾ ആലം ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദെൻ ക്ലാരിഫ്ലോക്കുലേഷൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫിൽട്ടറും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ക്ലോറിനേഷൻ ചെയ്യുന്നത്. ലാസ്റ്റ് ആണ് നമ്മൾ ജലത്തിനെ എന്ത് ചെയ്യുന്നത്, സംഭരിക്കുന്നത്. ദാറ്റ് മീൻസ് പ്യുവർ വാട്ടർ റിസർവോയിൽ നമുക്ക് കിട്ടുന്നത്. സോ ഇത്രയും സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്താൽ മാത്രമേ നമുക്ക് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സെറ്റ് ആവുള്ളൂ അല്ലെ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? എയറേഷൻ. ജലം വായുവുമായി കലർത്തുന്ന പ്രവർത്തനത്തിനെയാണ് എയറേഷൻ എന്ന് പറയുന്നത്. ഓക്സിജന്റെ അളവ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. ദെൻ അത് കഴിഞ്ഞിട്ട് കൊയാഗുലേഷൻ, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അത് ജലത്തിൽ ചേർന്ന് കിടന്ന ഖരപദാർത്ഥങ്ങളെ, അതിൽ വേണ്ടാത്ത വലിയതായിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ അടിയിച്ചിട്ട് അതിന്റെ pH അപ്പൊ ചേഞ്ച് വരും. സോ അതുകൊണ്ട് നമ്മൾ അതിൽ വേണ്ടിയിട്ട് ആലം ചേർക്കുന്നുണ്ട്. പൊട്ടാഷ്യാലോ അലുമിനിയാലോ ഇതാലോ നമുക്ക് ചേർക്കാം. ഒരു കട്ടയ്ക്ക് സോളിഡ് ആയിട്ട് കാണുന്ന ഒരു വെള്ള കളറിലുള്ള സാധനമാണ് ആലം എന്ന് പറയുന്നത്. എന്നിട്ട് pH എന്ത് ചെയ്യുന്നു, കറക്റ്റ് ചെയ്തു. pH ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലോട്ട് കുമ്മായവും ചേർക്കുന്നുണ്ട്, ലൈം സ്റ്റോണും ചേർക്കുന്നുണ്ട്. സെറ്റ് അല്ലേ? അതാണ് രണ്ടാമത്തെ പ്രോസസ്. 3 ക്ലാരിഫ്ലോക്കുലേഷൻ. മാലിന്യം അടിഞ്ഞ ശേഷം തെളിഞ്ഞ വെള്ളം നമ്മൾ ഫിൽറ്ററിലേക്ക് കടത്തിവിടാം.
ഓക്കെ, മാക്സിമം അതിനെ ഫിൽട്ടർ ചെയ്തു, അതിൽ നിന്ന് ഇനിയും വേണ്ട സാധനങ്ങളെ നമുക്ക് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഫിൽട്രേഷനിലേക്ക് കടത്തിവിടാണ് ചെയ്യുന്നത്. അപ്പൊ വീണ്ടും അടിയാതെ കിടക്കുന്ന മാലിന്യങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലെ, അതിനെ കംപ്ലീറ്റ് ആയിട്ട് മണലും മണ്ണും കല്ലും ഒക്കെ ചേർത്തിട്ടുള്ളതിലോട്ട് കടത്തി വെച്ചിട്ട് നൈസായിട്ട് എന്ത് ചെയ്തു, ഫിൽട്ടർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ആണ് നമ്മൾ ക്ലോറിനേഷൻ ചെയ്യേണ്ടത്. ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനെ അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോറിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത് അല്ലെ. സോ ക്ലോറിൻ പൗഡറോ ബ്ലീച്ചിങ് പൗഡറോ ആഡ് ചെയ്തിട്ട് നമ്മൾ അത് ചെയ്യുന്നു. ലാസ്റ്റ് നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. സോ aeration, the process of mixing water with air. Coagulation is an important step. It enables the sedimentation of soil matter present in water, and alum is added for എന്തിനാ, നമ്മൾ pH വാല്യൂ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ലൈം ആഡ് ചെയ്യുന്നു, എന്തിനു വേണ്ടിയിട്ട്, അതും പി എച്ചിന്റെ വാല്യൂവിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് അത് കഴിഞ്ഞ് ക്ലാരിഫ്ലോക്കുലേഷൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ സെറ്റിൽ ഡൗൺ ചെയ്തിട്ട് ഫിൽട്രേഷനിലേക്ക് അത് എന്ത് ചെയ്യാണ് മക്കളെ, ക്ലിയർ ആയിട്ടുള്ള വാട്ടറിനെ ഫെഡ് ചെയ്യാണ്. ദെൻ ഫിൽട്രേഷൻ, ഇംപ്യൂരിറ്റീസിനെ മാക്സിമം അവർ എന്ത് ചെയ്തു, സെറ്റിൽ ഡൗൺ ചെയ്തിട്ട് റിമൂവ് ചെയ്യുന്ന പ്രോസസ് ആണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അത് സാൻഡും ഗ്രേവലും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പർ ലോവർ പോർഷനിലായിട്ട്, അങ്ങനെ നമ്മൾ ചെയ്യുന്നു. ദെൻ ക്ലോറിനേഷൻ, ക്ലോറിൻ ഗ്യാസോ ബ്ലീച്ചിങ് പൗഡറോ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാ ചെയ്യുന്നുണ്ട് മക്കളെ, ക്ലോറിനേഷൻ ചെയ്യുക. ലാസ്റ്റ് പ്രോസസ് ആണ് എന്താ, സ്റ്റോറേജ്. പ്യൂരിഫൈ ചെയ്തിട്ടുള്ള വാട്ടർ നമുക്ക് കിട്ടുന്നു. സെറ്റ് അല്ലേ, റെഡി അല്ലേ? അപ്പൊ കറക്റ്റ് ആയില്ലേ? ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം, use of chemical pesticide affects soil adversely. Do you agree with the statement? രാസകീടനാശിനികളുടെ ഉപയോഗം മണ്ണിനെ ദോഷകരമായി ബാധിക്കും. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓഫ് കോഴ്സ് ഉണ്ട് അല്ലെ. രാസകീടനാശിനികളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ ഉണ്ടാകുന്ന ബാക്ടീരിയകളൊക്കെ നശിച്ചു പോലെയുടെ മക്കളെ. അത് നശിച്ചു പോയെന്നുണ്ടെങ്കിൽ അതിന്റെ ഫെർട്ടിലിറ്റിക്ക് പ്രശ്നം വരും, അതുപോലെ ഓക്സിജൻ സപ്ലൈക്ക് പ്രശ്നം വരും. സോ അതുകൊണ്ട് തന്നെ അതെന്താണ്, നമ്മുടെ മണ്ണിനെ ദോഷകരമായി ബാധിക്കും. കുറെ കാലം കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ആ മണ്ണ് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാകും. നമുക്ക് ഇപ്പൊ ഈൽഡ് കിട്ടും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് എഫക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് തന്നെ അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലെ, നമുക്ക് തന്നെ ഒരുപാട് ഡിസീസസ് ഉണ്ടാക്കാനും അത് റീസൺ ആണ്. സോ അതുകൊണ്ട് രാസകീടനാശിനികൾ നമ്മൾ മാക്സിമം ഉപയോഗം കുറച്ച് ജൈവ കീടനാശിനികൾ ബയോ ഫെർട്ടിലൈസർ യൂസ് ചെയ്യണം എന്നുള്ള പോയിന്റിലേക്കാണ് എന്റെ മക്കള് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. റെഡി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Below are the observation noted when hydrogen peroxide were added to two type of soils. ഒന്ന് സാൻഡ്, ഒന്ന് സോയിൽ ഫ്രം ദ ഫീൽഡ്. മിനിമം എഫറസൻസ് കാണിക്കുന്നു, മാക്സിമം എഫറസൻസ് ആണ് സോയിൽ ഫ്രം ഫീൽഡ് എന്ന് കാണിക്കുന്നത്. മണ്ണിലെ ചെറുതായിട്ട് പതഞ്ഞു പൊങ്ങുന്നുണ്ട്, പറമ്പിലെ മണ്ണിൽ നന്നായിട്ട് പതഞ്ഞു പൊങ്ങുന്നുണ്ട്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചപ്പോൾ കിട്ടിയ നിരീക്ഷണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് ചോദിക്കാണ് ഈ വ്യത്യാസങ്ങൾക്ക് കാരണം എന്താണെന്ന് ചോദിച്ചു. നമുക്കറിയാം ഹൈഡ്രജൻ പെറോക്സൈഡ്, എന്താ ഹൈഡ്രജൻ പെറോക്സൈഡ്, H2O2 അല്ലെ. അത് ആഡ് ചെയ്യുമ്പോൾ നല്ല ഓർഗാനിക് കണ്ടന്റ് ഉള്ള ജീവാംശമുള്ള ആളുകൾ നന്നായിട്ട് പതഞ്ഞു പൊങ്ങും അല്ലെ, എന്ന് പറഞ്ഞ് പതഞ്ഞു പൊങ്ങും. അതേസമയം ജീവാംശം കുറവുള്ള ആളുകളാണെങ്കിൽ അത് കുറച്ച് മാത്രമേ പതഞ്ഞു പൊങ്ങുള്ളൂ. സോ നമുക്കറിയാം ഇത് പറമ്പിലെ മണ്ണിൽ എടുത്തു കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം കുറച്ച് ഓർഗാനിക് കണ്ടന്റ് ഉള്ളതുകൊണ്ട് നന്നായിട്ട് അത് പതഞ്ഞു പൊങ്ങും. അതേസമയം മണൽ മണ്ണാണെങ്കിൽ അതിനൊങ്ങനെയൊന്നും ഇല്ല അല്ലെ. സോ അതിൽ ജീവാംശം ഒന്നും ഇല്ലാത്തതുകൊണ്ട് പതഞ്ഞു പൊങ്ങില്ല. ആൻഡ് വിവിധ മണ്ണിനങ്ങൾ തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് സോയിലുകളെ പറ്റി പഠിച്ചു. വാട്ടർ കപ്പാസിറ്റിയും ഓർഗാനിക് കണ്ടന്റും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഓരോന്നിലും വ്യത്യസ്തമായിരിക്കും എന്ന് നമുക്കറിയാം. ജലാംശമുണ്ട് മണ്ണിൽ എന്ന് തെളിയിക്കാൻ ഒരു പരീക്ഷണം, റൈറ്റ്, ആൻ എക്സ്പെരിമെന്റ് ടു പ്രൂവ് ദാറ്റ് സോയിൽ കണ്ടെയ്ൻ വാട്ടർ എന്നും പറയുന്നുണ്ട്. സോ മക്കളെ, നമ്മുടെ ജൈവാംശത്തിന്റെ കേസ് മിസ് പറഞ്ഞിരുന്നു. ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കുന്ന സമയത്ത് വിഘടിച്ച് സ്വതന്ത്രമാകുന്ന ഓക്സിജൻ പുറത്തു വരുന്ന മൂലമാണ് അത് പതഞ്ഞു പൊങ്ങുന്നത്. The efflorescence is due to the oxygen that evolved during the dissociation of hydrogen peroxide. Hydrogen peroxide dissociate faster in soil with high organic content. നല്ല ഓർഗാനിക് കണ്ടന്റ് ഉള്ളതിൽ കൂടുതലായിട്ടും നമ്മൾ പതഞ്ഞു പൊങ്ങും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോന്നും ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ കണ്ടു അല്ലെ. ഇനി വാട്ടറിന്റെ കണ്ടന്റിനെ പറ്റിയിട്ട് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ മക്കളെ, നമ്മുടെ മണ്ണിലെ വെള്ളത്തിന്റെ ഇത് നോക്കുക. നമ്മളൊരു 3 മണ്ണ് എടുത്താൽ മതി, ഡിഫറെന്റ് ആയിട്ടുള്ള സോയിൽസ് എടുത്ത് നോക്കൂ. സാൻഡ് എടുക്കാം, സോയിൽ ഫ്രം ദ പാഡി ഫീൽഡ് എടുക്കാം, സോയിൽ ഫ്രം ദ യാർഡ് എടുത്താൽ ഏറ്റവും കൂടുതൽ വെള്ളം ഈസി ആയിട്ട് താഴത്തോട്ട് വരെ ഇതില. ഒരു ഫണൽ എടുത്തു, ഫിൽറ്റർ പേപ്പർ വെച്ചു, ദെൻ അതിലോട്ട് ഓരോരോ മണ്ണും ഇട്ടിട്ട് വെള്ളം അങ്ങനെ ഒഴിച്ചു നോക്കുന്ന സമയത്ത്
പെട്ടെന്ന് വെള്ളം വരെ സാൻഡിലാണല്ലേ. മണലിൽ എന്താണ്, തീരെ വാട്ടർ കപ്പാസിറ്റി ഇല്ല, തീരെ അതിനുള്ള കഴിവില്ല. അതേസമയം പാഡി ഫീൽഡ് ആണെങ്കിൽ കട്ടയ്ക്കാണ്, അവരെന്താണ് വെള്ളമൊക്കെ നന്നായിട്ട് അതിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുള്ളതുകൊണ്ട് നമ്മുടെ എന്തില് പറമ്പിലേക്ക് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ, മുറ്റത്തെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പാടത്തുള്ള മണ്ണിനാണ് നല്ല രീതിയിൽ വാട്ടറിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുള്ളത്. സോ ഇതിനേക്കാൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നന്നായിട്ട് വാട്ടറിനെ കപ്പാസിറ്റി ചെയ്യാൻ പറ്റുന്നത് പാഡി ഫീൽഡിനാണ്. മണ്ണിന്റെ ജലാകരണ ശേഷി അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സ്പെരിമെന്റ്സ് എന്റെ മക്കളെ ചെയ്ത് നോക്കുക. അതിൽ നിന്ന് ഓരോന്നിന്റെയും റിസൾട്ടും മക്കൾ എഴുതി കൊടുക്കുക കേട്ടോ. സെറ്റ് അല്ലേ, റെഡി അല്ലേ? അപ്പൊ ഇതിന്ന് മനസ്സിലായില്ലേ, നമ്മുടെ സോയിലില് സാൻഡിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ സോയിലിന് വാട്ടർ കപ്പാസിറ്റി വളരെ കുറവാണ്. പാടത്തൊക്കെ എടുത്തിട്ട് നല്ല ഫലഭൂഷ്ടി ഉണ്ടാവും, നല്ല രീതിയിൽ വെള്ളം തങ്ങി നിർത്താനുള്ള കഴിവുണ്ടാവും. സോ ഏറ്റവും കൂടുതൽ വാട്ടർ കപ്പാസിറ്റി ഉള്ളത് നമുക്ക് ഇതാണ്, പാടത്തെയാണെന്ന് പറയാം അല്ലെ. മുറ്റത്തെ ആണെന്നുണ്ടെങ്കിലും അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്, ഒരുപാടൊന്നുമില്ല. സാൻഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പറ്റും എന്ന് നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് മിസ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് മിസ് പറഞ്ഞു തന്നിട്ടുള്ളത്. സോ ഇത് ശ്രദ്ധിച്ചു തന്നെ എന്റെ മക്കൾ പഠിക്കുക. സോ എക്സാം എഴുതാൻ പോകുന്ന എന്റെ എല്ലാ മക്കൾക്കും ബെസ്റ്റ് ഓഫ് ലക്ക് ഡിയേഴ്സ്, ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ, സീ യു.